പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെല്ലാം കഥ കഴിഞ്ഞു. നമ്മുടെ കൂടെയുള്ള ചിലരുണ്ടല്ലോ, നമ്മളെ കൊന്ന് അല്ലെങ്കിൽ നമ്മുടെ തിന്ന് നശിപ്പിക്കാൻ വേണ്ടി കുറച്ച് കൂടെ നിൽക്കുന്നുണ്ട്. അതിലൊരു കൂട്ടരാണ് സ്വതന്ത്ര ചിന്തകർ എന്നുള്ള പേരിൽ നടക്കുന്നവർ. സ്വതന്ത്ര ചിന്തകർ ആശയമൊക്കെ ശരി തന്നെയാണ്. മതം, മറ്റ് ജാതി, അത് വേണ്ട, മനുഷ്യനായിട്ട് നടക്കാമെന്നുള്ള ആശയം. പക്ഷെ ആ ആശയത്തിന്റെ മറവിൽ കോടികളുടെ കോടികളുടെ കൊള്ളയും കൈക്കൂലിയും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നിഷേധിക്കാൻ പറ്റുമോ? ആ പ്രവർത്തകർക്ക് പ്രധാന പ്രവർത്തകർക്ക് കോടികൾ കിട്ടുന്നുണ്ടാകും. അല്ല എന്നുണ്ടെങ്കിൽ അവരിങ്ങനെ പറയാൻ പാടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ മരുന്ന് തിന്നുന്ന സ്ഥലം ഇവിടെ നിങ്ങൾക്കറിയും. ഈ കേരളത്തിൽ ഇന്നത്തെ മനോരമയുടെ ഒരു വാർത്ത ഞാൻ കണ്ടിട്ടാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ആശുപത്രികളുള്ളത് നമ്മുടെ കേരളത്തിലാണ്. എന്തിനധികം യൂറോപ്യൻ കമ്പനികളടക്കം വലിയ വലിയ പണച്ചാക്കുകൾ അവർ പണം നിക്ഷേപിക്കുന്നത് മെഡിക്കൽ മേഖലയിലാണ്, ഈ കേരളത്തിലാണ്. കോഴിക്കോടത്തെ ഒരു പ്രമുഖ ആശുപത്രി, ഞാൻ പ്രമുഖ എന്ന് പറയുന്നേ ഉള്ളൂ, അവർക്ക് പ്രൊമോഷൻ കൊടുക്കണ്ട കാര്യം, പ്രത്യേകിച്ച് അവർ തേങ്ങയും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഇനി എന്റെ ഒരു വാർത്ത അവർക്ക് പ്രൊമോഷൻ ആകണ്ട. അവർ 2000 ഏതാണ്ട് 3000 കോടിയോളം രൂപ കൊടുത്തിട്ടാണ് വില കിട്ടിയെടുത്തേക്കുന്നത്. അതുപോലെ മറ്റൊരു ആശുപത്രി ശൃംഖല, അത് 3000 കോടിക്ക് മേലെ കൊടുത്തിട്ടാണ് വേറൊരു കൂട്ടർ എടുത്തേക്കുന്നത്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ കേരളത്തിലെ പഞ്ചനക്ഷത്ര ഹോട്ടലുകളൊക്കെ വില കിട്ടിയെടുത്തു. വലിയൊരു കെട്ടിടം ഉണ്ടാക്കി ഒരു ആശുപത്രി മര്യാദയ്ക്ക് ഒരു പേരൊക്കെ ഇട്ടിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഇവർ വരും. ഇവർ വന്നിട്ട് അതിന് ശതകോടികൾ, 1000, 2000, 3000, 4000 കോടി പറഞ്ഞിട്ട് അതങ്ങ് എടുക്കും. ഒരു ആശുപത്രിക്ക് 3000 കോടിയൊക്കെ കൊടുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് മൂക്കിപ്പനി പിടിച്ചിട്ട് ചെല്ലുന്ന, ജലദോഷം പിടിച്ച് ചെല്ലുന്ന 3 സാധാരണക്കാരെ കണ്ടുകൊണ്ടാണ് ഈ ആശുപത്രി എന്താ പറയുക എത്രയും കോടികൾ കൊടുത്ത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മരണം നടക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചികിത്സാ പിഴവ് കൊണ്ടാണ്. അലോപ്പതി മേഖലയിലെ ചികിത്സാ പിഴവ് കൊണ്ടാണ്. രോഗികൾ രോഗം പിടിച്ചിട്ടാണോ മരിക്കുന്നത്, ചികിത്സിച്ചിട്ടാണോ മരിക്കുന്നത്? എവിടെ ചികിത്സിച്ചിട്ടാണ് മരിക്കുന്നത് എന്നുള്ളത്? ഇവിടെ ഹോമിയോ ചികിത്സ നടത്തുന്നുണ്ട്, അതുപോലെ ആയുർവേദ ചികിത്സ നടത്തുന്നുണ്ട്, മറ്റെല്ലാ ചികിത്സയും നടത്തുന്നുണ്ട്. എത്ര പേർ അവിടെ മരിക്കുന്നുണ്ട്? എത്ര പേർ മരിക്കുന്നുണ്ട്? ഇന്ന് പറയും അവിടെ ചികിത്സിക്കുന്നില്ല, അവര് വ്യാജമാണ്, മറ്റതാണ്, മറിച്ചതാണ്. വ്യാജമാണ് എന്നുണ്ടെങ്കിൽ നൂറ്റാണ്ടുകളായി ഒരേ മെഡിസിൻ കൊടുക്കുന്നതാണ് ഇവിടെ ഈ ആയുർവേദ ചികിത്സ എന്ന് പറയുന്നത്. നൂറ്റാണ്ടുകളായി ഒരേ മെഡിസിനാണ്. ഒരു അണ്ണുകെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ട ആവശ്യമില്ല. ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കുറിച്ചു വെച്ചിട്ടുണ്ട്, മാറ്റേണ്ട ഒരു സാഹചര്യം വന്നിട്ടില്ല. അത് ഇന്ന രോഗത്തിന് ഇന്ന മരുന്ന് കൊടുത്താൽ മാറും എന്ന് പറഞ്ഞുകൊണ്ട് ആ മരുന്ന് ഉണ്ടാക്കി വെച്ച് ഫിക്സ് ആക്കി വെക്കുന്നതോ ശാസ്ത്രീയം. ഓരോ പരീക്ഷണം നടത്തി ഓരോ ദിവസവും പുതിയ പുതിയ മരുന്നുകൾ ഉണ്ടാക്കി വെച്ച് മരുന്നെന്ന പേരിൽ വിഷം കുത്തിവെച്ചിട്ട് പുതിയ രോഗികളെ ഉണ്ടാക്കുന്ന ഈ ചികിത്സാ സമ്പ്രദായം, അതാണോ ശാസ്ത്രീയം? ഏതാണ് ശാസ്ത്രീയം? ഈ രോഗികളെ ഉണ്ടാക്കാൻ വേണ്ടി രോഗികളെ ഉത്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണ് ഇവിടുത്തെ പഞ്ചനക്ഷത്ര ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക്? അവിടെ കഴിക്കുന്ന മരുന്നുകളുടെ അവസ്ഥ എന്താ പറയുന്നത്? ഡ്യൂപ്ലിക്കേറ്റ് മരുന്നുകൾ, ഗുണനിലവാരമില്ലാത്ത മരുന്നുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കുറെ മരുന്നുകൾ എന്ന് പറഞ്ഞിട്ട് എടുക്കും, അതെല്ലാം കുറിച്ചു കൊടുക്കാൻ കുറെ ഡോക്ടർമാരും. ആ ഡോക്ടർമാർക്ക് ബാറും വേറെന്തോ പൂത്ത കാറും, ഞാൻ പറയുന്നില്ല, മുരളി പറഞ്ഞ പോലെ എന്തൊക്കെ കുറെ അങ്ങോട്ട് എടുത്ത് കൊടുക്കും. ഇതാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയും ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പണം എവിടെ നിന്ന് ഇവർക്ക് ഉണ്ടായി വരുന്നത്? ഇവർ എഴുതി കൊടുക്കാണ്. ഒരു ക്ലിനിക്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ വിൽക്കാൻ ഒരു ക്ലിനിക്ക് ഉണ്ടാവും, അവിടെ വിൽക്കാൻ വേണ്ടി അവിടെ മാത്രമേ ആ മരുന്ന് കിട്ടുള്ളൂ. വേറെ എവിടെ പോയി കഴിഞ്ഞാൽ ആ മരുന്ന് കിട്ടില്ല. അതാണ് ഇവിടുത്തെ അവസ്ഥ. മുഴുവൻ കച്ചവടമാണ് ഇവിടെ. രോഗികളുടെ ജീവനല്ല ഇവിടെ വലുത്, രോഗികൾ മുഴുവൻ മരിച്ചു വീഴാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് പേപ്പട്ടി. കുറെ പട്ടികൾ അവർക്ക് വേണ്ടി കുറച്ചുകൊണ്ട് നടക്കുന്നുണ്ട് ഇവിടെ. അത് എന്തിനു വേണ്ടിയാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കാരണം ഒരു പട്ടി കടിച്ചു കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം, അതിന് വാക്സിൻ കൊടുക്കണം. ചിലപ്പോൾ ആ പട്ടിക്ക് പേ ഉണ്ടാവില്ല. ഈ കുത്തിവെക്കുന്ന ഈ വിഷം കാരണം എത്ര ആൾക്കാർ പേ പിടിച്ച് മരിക്കുന്നുണ്ട്? നമുക്ക് ഈ അടുത്ത കാലത്ത് അറിയാലോ, ഒരു പേപ്പട്ടീന്റെ കഥ നമ്മൾ പല വീടുകളിലും പറഞ്ഞതാ. ഒരു പശുവിനെ പേപ്പട്ടി അടിച്ചു, പേ ഇളകി, തല്ലിക്കൊല്ലാനാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഒരു അലോപ്പതി ഡോക്ടർ തന്നെ അവസാനം രക്ഷപ്പെടുത്തിയത്. എങ്ങനെ? ഹോമിയോ മരുന്ന് കൊടുത്തിട്ട്. അലോപ്പതി ഡോക്ടർ ഹോമിയോ മരുന്ന് കൊടുത്ത് അതിനെ രക്ഷപ്പെടുത്തി. ആ ഡോക്ടർക്ക് അറിയാൻ മരുന്ന് കൊടുത്താൽ അസുഖം മാറുമെന്നുള്ളത്. ആ പശു ഇന്നും ഉണ്ട്, പ്രസവിച്ച് കുട്ടിയുടെ കുട്ടിയായിട്ട് നിൽക്കുന്നത്. അതിന്റെ ഉടമസ്ഥൻ വാർദ്ധക്യ സഹജമായ രോഗം മൂലം മരണപ്പെട്ടുപോയി. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതായത് പേപ്പട്ടി കടിച്ചിട്ട് പേ ഇളകിയിട്ട് പിന്നെ വെന്റിലേറ്ററിൽ മുഖത്ത് മാസ്ക് വെച്ച് കൊടുത്തിട്ട് നിലവിളിച്ച് കുരച്ച് ചലമൊഴുകി ചാകാൻ കിടക്കുന്ന ഒരുത്തന് അവന്റെ വായിലേക്ക് 2 തുള്ളി ഹോമിയോ മരുന്ന് ഇറ്റിച്ചു കൊടുത്താൽ അവൻ രക്ഷപ്പെടും, അതുകൊണ്ട് അത് ഇറ്റിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാത്ത ഈ വകുപ്പിനെ ശാസ്ത്രീയ ചികിത്സ എന്ന് പറഞ്ഞാൽ എങ്ങനെ വിളിക്കുക? ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പറഞ്ഞ ആശുപത്രികൾ എന്തായാലും നടക്കുന്നത്. അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കുമ്പോൾ ഈ 2 തുള്ളി കൊണ്ട് ജീവൻ രക്ഷിച്ചില്ല എന്നുണ്ടെങ്കിലും ആള് മരണത്തിന് കീഴടങ്ങും. ഇനി വേദന അനുഭവിച്ച് നിൽക്കുമ്പോൾ ഈ മരുന്ന് കഴിക്കുന്ന കാരണത്താൽ ഫലമില്ല എന്നുണ്ടെങ്കിൽ 2 മിനിറ്റ് നേരത്തെ മരിക്കുമെങ്കിൽ അത് അയാൾക്ക് സുഖമാണ്, അത്ര അനുഭവിക്കണ്ടല്ലോ. അതെങ്കിലും മനസ്സിലാക്കിക്കൊണ്ട് ആ 2 തുള്ളി കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. അതായത് അത്തരത്തിലൊരു ചികിത്സ നടത്തി
ഇനി അതെങ്ങാനും ഭേദപ്പെട്ടാൽ ഇവിടുത്തെ പേപ്പട്ടി വാക്സിൻ വ്യവസായം, ആ വിതരണം അത് നിലച്ചു പോകും, പിന്നെ നടക്കൂല. അതുകൊണ്ട് അത് ചികിത്സിക്കാൻ സമ്മതിക്കില്ല. നമുക്കറിയാം ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളുടെ അടക്കമുള്ള ഇവിടെ സ്ഥിതി എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് മരുന്ന് ഉൽപ്പാദിക്കുന്നത് ഒരു പിടിയില്ല. ഇവിടെ ഉത്തർപ്രദേശ്, തെലുങ്കാന, തമിഴ്നാട്, കർണാടക, ഈ മന്തുഗുളിക മുമ്പ് വന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രി അത് വാങ്ങിയിട്ട് അടുത്ത് നിൽക്കുന്ന ആളിന് കൊടുത്തു, തിന്നില്ല. പിന്നെ രണ്ടാമത് കൊടുത്തപ്പോഴത്തേക്ക് അത് വാങ്ങി ബാഗിലിട്ടു. ആരാണെന്ന് നിങ്ങൾ ഊഹിച്ചാൽ മതി. മന്ത്രി അത് കഴിച്ചില്ല. മന്ത്രിക്ക് അറിയാം ഇത് കഴിച്ചു കഴിഞ്ഞാൽ പണി പാല് വെള്ളത്തിൽ കിട്ടുമെന്ന്. ബാക്കിയുള്ളവർ മുഴുവൻ കഴിച്ചിട്ട് അർമാദിച്ചു. എത്ര എണ്ണം രോഗിയായെന്ന് ഇനി കണ്ടറിയണം. അതായത് ഇവിടെ മരുന്ന് കഴിച്ച് രോഗിയാകണം ചെയ്യുന്നത്. രോഗം മാറാനായിട്ട് പോകുന്നവരെല്ലാം മരുന്ന് കഴിച്ച് രോഗിയാകണം. മരുന്ന് കഴിക്കാതിരിക്കുന്നവർക്കൊന്നും ഒരു പ്രശ്നമില്ല. ഇവിടെ ഷുഗർ ചികിത്സിക്കുന്നവരെ കിഡ്നി അടിച്ചു പോകുന്നുണ്ട്, പെട്ടെന്ന് തന്നെ പോകുന്നുണ്ട്. എന്നാൽ ഷുഗർ അലോപ്പതി ചികിത്സ നടക്കാത്ത എത്ര പേരുടെ കിഡ്നി അടിച്ചു പോകുന്നെന്ന് കണക്കെടുക്കാൻ അവർ തയ്യാറാവും. ഒരു സർവേ നടത്താൻ അവർ തയ്യാറാവും. മറ്റു ചികിത്സയും ചെയ്യുന്നുണ്ട്. ഇവിടെ ഹോമിയോ ചികിത്സ ചെയ്യുന്നുണ്ട്, നാട്ടുവൈദ്യം ചെയ്യുന്നുണ്ട്, ആയുർവേദം ചെയ്യുന്നുണ്ട്. അങ്ങനെ എന്തെല്ലാം ചികിത്സ വേണ്ട. ഒരു കീറ്റോ ഡയറ്റ് എടുക്കുമ്പോൾ പോലും അവന്റെ ഷുഗറും കൊളസ്ട്രോളും മാറുന്നുണ്ട്, കുറയുന്നുണ്ട്. ഇനി ഒരു ശംഖഭസ്മം കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവന്റെ ബോഡി ആൽക്കലൈൻ ബോഡി ആക്കുമ്പോൾ അവന്റെ ക്രിയാറ്റിന്റെ അളവ് കുറഞ്ഞിട്ട് കിഡ്നി മാറ്റിവെക്കാൻ സർജറി നിശ്ചയിച്ചു കഴിഞ്ഞാൽ സർജറി വേണ്ടെന്ന് വെച്ചിട്ട് ആൾക്കാർ ജീവിക്കുന്ന കാലമാണത്. അപ്പോൾ അത്തരത്തിൽ നമ്മളെ ബോഡി മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഇവിടെ ഉള്ളപ്പോൾ അതൊക്കെ അശാസ്ത്രീയമെന്ന് പറയുന്ന നാടാണിത്. എന്തിനു വേണ്ടി? ഈ മെഡിക്കൽ മാഫിയയ്ക്ക് വേണ്ടിയിട്ട്, അവർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് കോടികൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല എന്നുണ്ടെങ്കിൽ എന്തിനാണ് ഈ ആശുപത്രി സംരക്ഷണ ബില്ലൊക്കെ വന്നിട്ടുള്ളത്? ഞാനും നിങ്ങളും അടങ്ങുന്നവർ ഈ ആശുപത്രിയിലേക്ക് രോഗികളായിട്ട് ചെന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ തറവാടടക്കം വിറ്റ് അവർക്ക് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരെങ്ങനെ കോടികൾ ഉണ്ടാക്കുന്നേ? പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് അത്തരത്തിൽ ലക്ഷങ്ങൾ എണ്ണി കൊടുക്കുമ്പോൾ, നമ്മുടെ ഇന്ന് 10,000 സാധാരണക്കാരിൽ നിന്ന് വാങ്ങിക്കൊടുക്കുമ്പോൾ അവന് മതിയായ ചികിത്സ കിട്ടുന്നില്ല, വന്നതിനേക്കാൾ ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവൻ പ്രതികരിക്കും. ഒരു നല്ല ചികിത്സ പ്രതീക്ഷിച്ച് ചെല്ലുമ്പോൾ ഇടത് കൈയിലെ ചൂണ്ടുവിരലിന് എന്തെങ്കിലും ഒരു സൂചി കൊണ്ട മുറിവിന് ചെല്ലുമ്പോൾ വലത് കൈ മുറിച്ചു മാറ്റുന്ന ഒരു സമ്പ്രദായം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുന്നവനെ കള്ളക്കേസ് എടുത്ത, ജാമ്യമില്ലാത്ത വകുപ്പിൽ പിടിച്ച് അകത്തിടാൻ വേണ്ടി ഇവിടെ നിയമം ഉണ്ടാക്കി കൊടുത്ത മന്ത്രിമാരും സർക്കാരുമായി ഇവിടെ ഇപ്പൊ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലപ്പുറം പ്രതീക്ഷിക്കണം. ഇന്നത്തെ മനോരമ വാർത്ത അത്ര ഈസി ആയിട്ട് തള്ളിക്കളയണ്ട. ഇവിടെ വരുന്നത് മുഴുവൻ, ഇവിടെ ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന മരുന്നുകളിൽ ബഹുഭൂരിപക്ഷവും നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഇവിടുത്തെ വലിയ വലിയ ആശുപത്രികളുടെ ഷെയർ ആരുടേതാണെന്ന് നിങ്ങളൊന്ന് നോക്കണം. ഇവിടെ കോഴിക്കോട്ടത്തെ ആശുപത്രി 2,500-3,000 കോടിയോളം അത് വിദേശ ഫണ്ടാണ്. കോട്ടക്കൽ അടക്കമുള്ള, തൃശ്ശൂർ അടക്കമുള്ള മറ്റു വലിയ ആശുപത്രി ശൃംഖലകളെല്ലാം ഇന്ന് വിദേശ കമ്പനികളുടേതാണ്. അതായത് ഇവിടെ ഈ കേരളത്തിലെ ജനങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കണമെന്ന് അവർക്കാർക്കും താല്പര്യമൊന്നുമില്ല. 3,000, 4,000, 5,000 കോടി രൂപ മുടക്കി ഈ ആശുപത്രികൾ വാങ്ങുന്നത് മഞ്ഞയ്ക്ക് കളപറിക്കാനല്ല. ഇവിടെയുള്ള ആൾക്കാർക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്തി ഇവിടെ ആരോഗ്യരംഗം വന്ന് പുഷ്ടിപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ മന്ത്രി പറയുന്നത് പോലെ ഇവിടെ അമേരിക്കയേക്കാൾ വലിയൊരു ആരോഗ്യ കേരളമായിരുന്നു ഇവിടെ എന്നുണ്ടെങ്കിൽ ആശുപത്രികളുടെ എണ്ണം ഇതുപോലെ വർദ്ധിക്കൂല. ആശുപത്രികളിൽ ആളില്ലാതെ ഈച്ചയാട്ടിയിരുന്നേനെ. പക്ഷെ എത്ര വമ്പൻ ആശുപത്രി കെട്ടുപടുത്താലും ഏതൊക്കെ രീതിയിൽ വളർത്തിക്കഴിഞ്ഞാലും അവിടെയൊക്കെ ചികിത്സിക്കാൻ അതിനേക്കാൾ ഏറെ പണം കൊണ്ട് ഇവിടെ ആൾക്കാർ ക്യൂ നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ രോഗം മാറാൻ വേണ്ടിയിട്ടുള്ള കൃഷിയല്ല നടക്കുന്നത്, രോഗം ഉണ്ടാക്കുന്ന കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. അതിന് വെള്ളവും വളവും ഇട്ടുകൊടുക്കുന്നവരാണ് നമ്മുടെ ഭരണകർത്താക്കൾ. അതിന്റെ പങ്ക് പറ്റുന്നതാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള വിഭാഗക്കാർ എന്ന് ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടത്? Different angles. Don't forget to subscribe and support this channel.